അപ്പോൾ ഇനി അടുത്ത അത്ര സുഖകരമല്ലാത്ത ആ വാർത്തയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ ഒരു അതിഥിയുണ്ട്. ജനൻ TV പ്രേക്ഷകർക്ക് അദ്ദേഹം അപരിചിതനല്ല, പലവട്ടം നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളതാണ്. ഡോക്ടർ ആർ സജിത് കുമാറാണ്. അതായത് എമിററ്റസ് പ്രൊഫസറാണ് അദ്ദേഹം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫെക്ഷ്യസ് ഡിസീസസ്, കോട്ടയം മെഡിക്കൽ കോളേജിലെ. സ്വാഗതം ഡോക്ടർ ആർ സജിത് കുമാർ. ഒരിക്കൽ കൂടി പുത്തൻപുലരിയിലേക്ക്, ജനൻ TVയിലേക്ക്. എത്ര ഭയക്കണം, എത്ര ആശങ്ക വേണം, എങ്ങനെയൊക്കെയാണ് ഇത് എന്ന് സാധാരണക്കാർക്കൊരു ഒരു തരത്തിലൊരു മുന്നറിയിപ്പ്, മറ്റൊന്ന് ഒരു അവബോധം. നന്ദി. ജനം TV വീണ്ടും ഒരു ബുദ്ധിമുട്ടുള്ള വിഷയം അവതരിപ്പിക്കുന്ന കാര്യത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. നമുക്കൊന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ പല രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങളൊക്കെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണെങ്കിലും വളരെ പെട്ടെന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹം എന്തുമാത്രം യാത്ര ചെയ്യുന്നു, എന്തുമാത്രം മൊബൈലാണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ്. ആഫ്രിക്കയിലെ ഒരു അസുഖമായിട്ടാണല്ലോ മങ്കി പോക്സ് അറിയപ്പെട്ടിരുന്നത്. മങ്കികളിൽ കണ്ടിരുന്നു ഈ രോഗം എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മങ്കി പോക്സ് തന്നെ വിളിക്കുന്നത്. അല്ലാതെ കുരങ്ങന്മാരിൽ നിന്ന് പകരുന്ന ഒരു രോഗം എന്നുള്ള അർത്ഥത്തിലല്ല എന്നുള്ളത് നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. മനുഷ്യരിൽ പല രീതിയിൽ പകരുന്ന ഒരു രോഗമാണിത്. വായുവിലൂടെ പകരാം, വളരെ അടുത്ത ബന്ധത്തിലൂടെ പകരാം, ലൈംഗിക ബന്ധത്തിലൂടെയും പകരാം, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും പകരാം. അങ്ങനെ പല രീതിയിൽ പകരുന്ന ഒരു രോഗമാണിത് എന്നുള്ളത് കൊണ്ട് ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഫ്രിക്കയിൽ നിന്ന് വരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആഫ്രിക്ക തന്നെ ഒരു വലിയ ഭൂഖണ്ഡമാണ്. അതിനകത്ത് പല ഭാഗങ്ങളുണ്ട്. കോങ്കോ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിന്ന് വരുന്ന ഒരു പ്രത്യേകതരം മങ്കി പോക്സ് വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഏറ്റവും ഗുരുതരമായ രോഗമായി കരുതപ്പെടുന്നത്. പല ക്ലാസ്സുകളാണ്, പല ക്ലെയ്ഡുകൾ, ക്ലെയ്ഡ് 1, ക്ലെയ്ഡ് 2 എന്നൊക്കെ പറയും. അപ്പൊ അതിൽ ഈ ക്ലെയ്ഡ് 1 എന്ന് പറയുന്ന രോഗമാണ് മനുഷ്യരെ എല്ലാം ഭൂലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാണ്ട് 121 രാജ്യങ്ങളിൽ ഇന്ന് ഈ രോഗം വ്യാപിച്ച് മനുഷ്യരെ പേടിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൽ വരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന, ഇന്ത്യയിൽ ഇപ്പോൾ ഏതാണ്ട് 32ഓളം കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ തന്നെ കേസുകൾ ഇതിനു മുമ്പും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന കേസും ഈ ക്ലെയ്ഡ് 2 എന്ന് പറയുന്ന പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വൈറസാണ്. അപ്പോൾ ഈ ഒരു വൈറസ് സാധാരണഗതിയിൽ വളരെ ഗുരുതരമായ രോഗത്തിലേക്ക് നയിക്കാറില്ലാത്തൊരു വൈറസ് ആണെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഈ കോങ്കോയിൽ നിന്ന് വരുന്ന വൈറസ് ആണ് ക്ലെയ്ഡ് 1 എന്ന് പറയുന്ന വൈറസ്. ആ വൈറസ് ബാധിക്കുന്നവരിൽ ഒരു 10% വരെ രോഗികൾ ചിലപ്പോൾ മരണത്തിന് കാരണമാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ഈ ക്ലെയ്ഡ് 2 എന്ന് പറയുന്ന ഇന്ത്യയിൽ കാണപ്പെടുന്ന ഈ വൈറസ് അങ്ങനെ വളരെ പെട്ടെന്നൊന്നും മരണത്തിലേക്ക് നയിക്കുന്ന ഒരു രോഗമല്ല. പക്ഷെ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള, രോഗലക്ഷണങ്ങൾ ഗുരുതരമാവാൻ സാധ്യതയുള്ള ഒരു രോഗമാണ്. നമുക്കെല്ലാം പരിചയമുള്ള, ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകുന്ന സ്മോൾ പോക്സ് അഥവാ വസൂരി അല്ലെങ്കിൽ ചിക്കൻ പോക്സ്, ഈ വൈറസുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വൈറസാണ് ഈ മങ്കി പോക്സ് വൈറസ് എന്ന് പറയുന്നത്. അത് കൂടുതലും പുരുഷന്മാരിലാണ് കാണുന്നത്. പല രീതിയിലുള്ള സമ്പർക്കത്തിലൂടെ പകരുന്ന ഒരു രോഗമാണിതെന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. പടരാൻ സാധ്യതയുള്ളത് കൊണ്ട് രോഗം വന്നാൽ നമ്മൾ എപ്പോഴും രോഗികളെ ഒരു പ്രത്യേക രീതിയിലുള്ള ഐസൊലേഷൻ, മാറ്റി പാർപ്പിക്കലാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആൾക്കാരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക. ഏതാണ്ട് 21 ദിവസത്തെ നിരീക്ഷണത്തിന് ശേഷമാണ് നമ്മൾ ഈ രോഗത്തിൽ നിന്ന് ഒരു രോഗി വിമുക്തനായി എന്ന് സാധാരണ പറയുക. അപ്പോൾ ഒരാൾക്ക് രോഗം വന്നാൽ 21 ദിവസത്തോളം അവരെ മാറ്റി പാർപ്പിക്കുകയും മറ്റുള്ളവരുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ പലവിധ ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ കടന്നു പോയവരാണ്. പലതരത്തിൽ നമ്മളിത് നേരിട്ട് നമുക്ക് ശീലവുമുണ്ട്. പക്ഷേ എംപോക്സിനെ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഒരു പക്ഷെ ആ രോഗത്തിൻ്റെ ഒരു ദൃശ്യങ്ങളും മറ്റും കാണുമ്പോൾ നമുക്ക് ആശങ്ക കൂടുന്നുമുണ്ട്. അത് ഈ ആശങ്ക ഇല്ലാതിരിക്കേണ്ടതിൻ്റെ കാരണം, അല്ലെങ്കിൽ ആശങ്കപ്പെടേണ്ടതിൻ്റെ, ജാഗ്രതപ്പെടേണ്ട കാരണം പലപ്പോഴും കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല. ഈ ആരോഗ്യ വകുപ്പിൽ നിന്നൊക്കെ നമുക്ക് കൃത്യമായി കിട്ടുന്നില്ല. അതൊരു ആശങ്കയായി നമുക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് എങ്ങനെ ആശ്വസിപ്പിക്കാൻ കഴിയും ജനങ്ങളെ? എത്രത്തോളം ജാഗ്രത വേണമെന്ന് അവരോട് നമുക്ക് ആവശ്യപ്പെടാൻ കഴിയും? എങ്ങനെ കരുതിയിരിക്കണം? അല്ല, ഈ ഒരു രോഗത്തിന്റെ കാര്യം പറഞ്ഞാല് രോഗലക്ഷണങ്ങളായിട്ട് വരുന്നത് പനിയോടുകൂടി ശരീരത്തിലെ പല ഭാഗത്തായിട്ട് കൊമളകള്,
അത് ചില നിറവ്യത്യാസത്തോടു കൂടി ആരംഭിച്ച് പിന്നീട് അത് കുമളകളായി. ഈ കുമളകളിൽ ചിലപ്പോൾ പഴുപ്പുണ്ടായി. അങ്ങനെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരുപക്ഷെ ചിക്കൻ പോക്സ് രോഗത്തെക്കുറിച്ച് അറിയാമായിരിക്കും. ശരീരത്തിന്റെ പല ഭാഗത്ത് കുമളകളായിട്ട് വന്ന് ഈ കുമളകൾ പഴുത്ത് പൊട്ടുന്ന രീതിയിലുള്ള ഒരു രോഗമാണ് ഇതിനകത്തെ പ്രധാന ലക്ഷണമായിട്ട് കാണുന്നത്. അതിന്റെ കൂടെ ഈ സന്ധികൾ, ഈ ലിംഫ് ഗ്രന്ഥികൾ വീക്കം വരുന്ന ഒരു ഒരു ലക്ഷണം ഇതിന്റെ കൂടെ കാണാറുണ്ട്. അപ്പൊ പനിയോടുകൂടി ഈ പറഞ്ഞ ശരീരത്തിലെ അല്ലെങ്കിൽ ലിംഫ് ഗ്രന്ഥികൾ വീക്കം വരിക, അതുപോലെ തന്നെ ദേഹത്ത് പാടുകൾ, അതായത് ചെറിയ പാടുകൾ വന്നിട്ട് പിന്നീട് അത് കുമളകളായിട്ട് മാറുക. പ്രധാനമായിട്ടും മുഖത്തും കൈകളിലുമാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുക. അങ്ങനെ വരുന്ന ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് ആരും അത് സ്വയം ചികിത്സിക്കാനോ വെച്ചുകൊണ്ടിരിക്കാനോ സാധ്യതയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ അടുത്തുള്ള ആശുപത്രികളിലെ ഡോക്ടറുടെ അടുത്ത് ചെല്ലുക. പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ചുറ്റുപാടനുസരിച്ച് വെറുതെ നടക്കുന്ന ഒരാൾക്ക് മങ്കി പോക്സ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്ത് വരുന്ന ആൾക്കാര്, അവർക്കാർക്കെങ്കിലും ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ സ്ഥിതിയിൽ. പിന്നെ ഒന്നുള്ളത്, ഈ രോഗം ഉള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാര് ഒരു രോഗമുണ്ട് എന്ന് സ്ഥിരീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത് അവരുടെ ഈ കുമളകളിൽ നിന്നുള്ള ദ്രാവകം, അവരുടെ വായിൽ നിന്നുള്ള സ്രവങ്ങൾ, ഇതൊക്കെ എടുത്ത് നമ്മൾ വൈറോളജി ലാബിൽ ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇത് രോഗമുണ്ട് എന്നുള്ളത് സ്ഥിരീകരിക്കുക. അങ്ങനെ രോഗമുണ്ടെന്നുള്ളത് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് ഇടപഴകിയിട്ടുള്ള ആർക്കെങ്കിലും ഇതുപോലുള്ള രോഗലക്ഷണങ്ങൾ ഒരു 21 ദിവസത്തിനകം വരികയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള രോഗികളെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യണം. അല്ലാതെ പെട്ടെന്ന് വഴിയിൽ യാത്ര ചെയ്യുന്നത് വഴിയോ നമ്മൾ കോവിഡ് പകർന്നത് പോലെയോ പെട്ടെന്ന് ചാടിക്കയറി പടർന്നു പിടിച്ച് 100 കണക്കിന് ആൾക്കാർക്ക് രോഗം വരുത്തുന്ന ഒരു രോഗമല്ല ഇത്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യവുമില്ല. ഇനി അഥവാ ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും ഒരു രോഗിയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അവസരം ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ കൈയൊക്കെ സോപ്പിട്ട് കഴുകുകയും നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള സാനിറ്റൈസർ ഉപയോഗിക്കുകയൊക്കെ ചെയ്താൽ മതി. ഇനി ഒരു രോഗിക്ക് ഇതുണ്ട്, ഈ രോഗലക്ഷണങ്ങളുണ്ട്, അതായത് ഈ ദേഹത്ത് ഇങ്ങനെ കുമളകൾ പ്രത്യക്ഷപ്പെടുന്ന രീതിയിലുള്ള രോഗലക്ഷണം കാണുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കാര്യം, അവർക്ക് മാസ്ക് നിർബന്ധമായിട്ട് കൊടുക്കുക. മാസ്ക് ഉപയോഗിച്ചതിന് ശേഷം മാത്രം അവരുമായിട്ട് ഇടപഴകുക. ആശുപത്രികളിലൊക്കെ ജോലിയെടുക്കുന്ന ജോലിക്കാരെ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടാവും. അവര് ഈ രോഗം ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുൻപ് നിർദ്ദേശിച്ചിരുന്നത് പോലെ PPE കിറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വേണം ഈ രോഗികളുമായിട്ട് ഇടപഴകാൻ എന്ന് നമ്മൾ നിഷ്കർഷിക്കാറുണ്ട്. അപ്പൊ അതുപോലെയുള്ള മാസ്ക് ഉപയോഗിക്കുക, കൈ സോപ്പിട്ട് കഴുകുക, സാനിറ്റൈസർ ഉപയോഗിക്കുക. കഴിവതും ഈ രോഗമുണ്ട് എന്ന് സാധ്യതയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ നമ്മളിപ്പോൾ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള പനികളൊക്കെ വ്യാപിക്കുമ്പോഴും ഇതുപോലെയുള്ള രോഗലക്ഷണങ്ങൾ എന്തെങ്കിലും തൊലിപ്പുറമേ കാണുകയാണെങ്കിൽ ഉടനെ വേണ്ട ഐസൊലേഷൻ, മാറ്റി നിർത്താനുള്ള ശ്രദ്ധ നമ്മൾ കാണിച്ചാൽ മാത്രം മതി. ഇതല്ലാതെ പടർന്നു പിടിച്ച് ഒത്തിരി പേരെ ബാധിക്കുകയും അങ്ങനെ ഒത്തിരി പേരുടെ മരണത്തിന് കാരണമാക്കുകയോ ഒന്നും ചെയ്യുന്ന രോഗമല്ല. ഇതൊരു വൈറസ് രോഗമാണ്. 99% ഒരു പ്രത്യേക ഒരു ചികിത്സയും കൂടാതെ തന്നെ സ്വയം മാറുന്ന ഒരു രോഗമാണ്. ഇത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കുമളകളൊക്കെയുള്ള തൊലിപ്പുറമെ കുറച്ച് പാടുകളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതിനപ്പുറം പൊതുവെ ഗുരുതരമായ രോഗത്തിലേക്ക് വഴിതെളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ഈ വൈറസിനെന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കണം. വേണ്ട രീതിയിലുള്ള സമ്പർക്കം ഒഴിവാക്കുന്ന രീതിയിലുള്ള പരിചരണം നൽകുകയും വേണമെന്നുള്ളത് നിർബന്ധമാണ്. ശരി, എന്തായാലും വളരെയധികം നന്ദി ഡോക്ടർ. ഒരു ആശങ്കയ്ക്ക് പകരം ജാഗ്രത മതി എന്നുള്ളൊരു ഉറപ്പാണ് അദ്ദേഹം നൽകുന്നത്. സൂക്ഷിക്കുക, മാസ്ക് ധരിച്ച് ഇടപഴകുക എന്നുള്ളത്.